ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. പെട്ടെന്ന് സഡനായിട്ട് ഒരു ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഞങ്ങൾ ഇപ്പോൾ ഒരു ഹോം ടൂറാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ വീട് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 1 year ആകുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ വിഷുവാണ്. കണിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണിയെല്ലാം എടുക്കാറായി, ലേറ്റായി. ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് നമ്മളൊരു ഹോം ടൂർ ഉണ്ടാവുമ്പോൾ എടുത്തുകൂടാ എന്ന് വിചാരിച്ച് പെട്ടെന്ന് പ്ലാൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീട് കാണാം. നമ്മുടേതൊരു ഓപ്പൺ ഹൗസ് മോഡലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ഒളിയും മറയൊന്നുമില്ല, ഫുൾ ഓപ്പൺ ആണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഞാൻ ഹസ്ബൻഡ് 2 കുഞ്ഞുങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ കയറി വരുമ്പോഴുള്ളൊരു ഹാള്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വെട്ടം ആവശ്യത്തിന് ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ 3 ലൈറ്റ് ഓണാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഡ്രീം ആയിരുന്നു ഇങ്ങനെ ഒരു ഓട്ടിയാൽ വേണം എന്നുള്ളത്. ശരിക്കും അങ്ങനെയാണ് നമ്മൾ പണ്ടത്തെ ഒരു മോഡലിൽ അത് ചെയ്തിരിക്കുന്നത്. ശരിക്കും മഴ പെയ്യുമ്പോൾ ഇത് ഉള്ളിലേക്ക് വെള്ളം വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ട്രെയിനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാണ് വീട്ടിലുണ്ടാകുന്നത്. നല്ല നമുക്ക് ഇവിടെ ഇരുന്നാൽ നല്ല കാറ്റും മഴയും എല്ലാം ആസ്വദിച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മൾ ഡൈനിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് മഴയൊക്കെ ആസ്വദിച്ച് വരുന്ന ഫുഡ് കഴിക്കാം. ഇതും ഓപ്പൺ ആയിട്ടാണ്, മൊത്തം ഒരു ഹോളിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ ഓപ്പൺ കിച്ചണാണ്. ഇങ്ങനെ നമ്മുടെ പ്ലാനിൽ ഇത് തന്നെ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് വീടെല്ലാം നമ്മുടെ പ്ലാൻ തന്നെയാണ്. ഐരൺ കിച്ചൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പുറത്ത് വർക്ക് ഏരിയ എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അവിടെയാണ് ഞാനെല്ലാം ഒതുക്കി വെക്കാറ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ചെയ്തിടാം. ജസ്റ്റ് നമ്മളൊരു സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത് കാണിക്കാൻ മാത്രമൊന്നുമില്ല. അതിനകത്താണ് നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ സൈഡ് റൈസ് വെച്ചിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടം കിട്ടുന്ന രീതിയിൽ ലോങ് വിൻഡോസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു 6 മണി വരെ ബെഡ്റൂമിലായാലും നല്ല വെട്ടം കിട്ടും. ആ രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനത്തെ ലോങ് വിൻഡോസ് ആണ് ഞങ്ങൾ വീട് ഫുൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. ഏരിയയിൽ നമ്മൾ ഡ്രസ്സിങ് ഏരിയ ചെയ്യണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്തു. കാരണം ഞങ്ങൾ റൂമിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തു. അതിനോട് അടുത്ത് തന്നെ ബാത്റൂം പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, നോർമൽ ബാത്റൂം. ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഇതും സെയിം മറ്റേ ബെഡ്റൂം പോലെ തന്നെ സെയിം ഇതിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാത്റൂം. പിന്നെ ഇവിടെ ഇതിനോട് ചേർന്നൊരു ഊഞ്ഞാലിട്ടിട്ടുണ്ട്. ഇതും എൻ്റെ ആഗ്രഹത്തിന് ഇട്ടതാണ് ഈ ഒരു ഊഞ്ഞാൽ. പിന്നെ നമ്മുടെ ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു ഏരിയ തോന്നിക്കും ഹോളിന് ഡബിൾ ഹൈറ്റിൽ ചെയ്യുമ്പോൾ. ഇത് നമ്മുടെ പ്ലാൻ തന്നെയാണ്. പിന്നെ ഇവിടെ പ്രൊജക്ടർ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ നമുക്ക് മൂവി കാണുമ്പോൾ ഈ വാള് നമ്മളത് പ്ലേ ചെയ്ത് നമുക്ക് ഫാമിലി ആയിട്ട് മൂവി കാണാം. ഈ വീട് മൊത്തത്തിൽ 1650 സ്ക്വയർ ഫീറ്റാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കാണിക്കാനായിട്ട്. ഒരു കുഞ്ഞ് വീടാണ്, 2 ബെഡ്റൂം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഹോം ടൂർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ. ബൈ.